ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആമസോൺ ബേസിക്സിൻ്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളിനെ കുറിച്ചാണ്. മെയിനായിട്ട് ഇത് യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി പർപ്പസിനും പിന്നെ എമർജൻസി ലൈറ്റ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ പേര് ആമസോൺ ബേസിക്സ് ട്രൈ കളർ സെൽഫി ലൈറ്റ് എന്നാണ്. ട്രൈ കളർ ഒരു 3 ടൈപ്പ് ഓഫ് ലൈറ്റ് ഉണ്ട്. ഒന്ന് വാം ലൈറ്റും ഒന്ന് വൈറ്റ് ലൈറ്റും പിന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ആയി വരുന്ന ഒരു ലൈറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു MRP പ്രൈസ് ഒന്നും നോക്കണ്ട, ഇത് 700 രൂപയ്ക്ക് താഴെയാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു മാനുവൽ ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ സംഭവമാണ് നമ്മളുടെ പ്രോഡക്റ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് ഇത് ബാറ്ററി പവേർഡ് ആണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി പവർ കൊടുക്കുകയും ചെയ്യാം വേറെ ഏതെങ്കിലും ഒരു പവർ സോഴ്സിൽ നിന്ന്. പവർ സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മൊബൈൽ അഡാപ്റ്റർ വഴിയോ അല്ലെങ്കിൽ പവർ ബാങ്ക്സ് വഴിയോ ആവാം. ഇതിന് സി ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന സി ടൈപ്പ് ഹോളിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അതിൻ്റെ സ്വിച്ച്. ഒറ്റ സ്വിച്ചേ ഉള്ളൂ. അത് ഓരോ പ്രാവശ്യം ഞെക്കും തോറും ഓരോ ലൈറ്റ് മോഡിലേക്ക് ചേഞ്ച് ആവും. ആദ്യത്തേത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും, പിന്നെ വാം ലൈറ്റ് ആയിരിക്കും, പിന്നെ മിക്സ്ഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് ഇപ്പോൾ നിങ്ങൾ മുകളിലായിട്ട് കാണുന്ന ഒരു പ്ലാസ്റ്റിക് മൗണ്ട് ലൈക്ക് സ്ട്രക്ചർ ആണ്. അത് ഒന്നല്ലെങ്കിൽ നമുക്ക് ട്രൈപോഡിലോ മോണോപോഡിലോ ഒക്കെ മൗണ്ട് ചെയ്യാൻ പാകത്തിന് സ്ക്രൂ ലൈക്ക് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ DSLR ക്യാമറാസിലൊക്കെ മൗണ്ട് ചെയ്യാൻ പാകത്തിന് അതിനൊരു ഇൻസേർട്ട് ചെയ്യുന്ന സ്ലോട്ട് കൂടിയുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇത് തിരിച്ചു വെക്കാൻ പാകത്തിന് ഒരു റിവേഴ്സ് ആയിട്ടുള്ള സ്ലോട്ട് കൂടി ഉണ്ട്. അതായത് മൗണ്ട് ചെയ്യുന്ന ക്യാമറയിലാണെങ്കിൽ DSLR ക്യാമറയുടെ സ്ലോട്ടിൻ്റെ നേരെ റിവേഴ്സ് മോഡിൽ ഒരു സ്ലോട്ട് കൂടി ഉണ്ട്. അപ്പോൾ ചില ക്യാമറാസിൽ ചിലപ്പോൾ അങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന മാതിരിയുള്ള സ്ലോട്ട്സ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത് അങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു DSLR ക്യാമറയിലേക്ക് ഇങ്ങനെയാണ് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റുക. വൺസ് അത് ആ സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ടൈറ്റൻ ചെയ്യാം. ടൈറ്റൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനങ്ങത്തില്ല. പിന്നെ അതിന് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ക്യാമറയുടെ ഒരു ഓവറോൾ വെയിറ്റ് കൂടത്തില്ല. ഈ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ തലയിൽ കെട്ടാൻ പറ്റുന്ന ടൈപ്പ് ടോർച്ചസ് ഉണ്ട്. അതുമായിട്ട് ഒരു സ്ട്രാപ്പ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മൗണ്ടിങ് ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഇത് അതിൻ്റെ അകത്ത് മൗണ്ട് ചെയ്ത് നമുക്കൊരു ഹെഡ് ലാമ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് രീതിയിൽ പവർ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ ചാർജർ വഴി തന്നെ പവർ ചെയ്യാൻ പറ്റും ഡയറക്റ്റ്. അതുപോലെ തന്നെ പവർ ബാങ്ക് വഴി പവർ ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ ബാറ്ററി AAA ബാറ്ററി 3 ബാറ്ററി വെച്ചിട്ട് പവർ ചെയ്യാൻ പറ്റും. ക്യാമറയിലേക്ക് മൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ ബാറ്ററി വെച്ചിട്ട് ഇത് പവർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്ലാസ്റ്റിക് പാർട്ട് മാത്രമാണ് ഇതിൻ്റെ. ഇനി ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫ്ലാഷ് ലൈറ്റ് പോലെയുള്ള അത്രയും പവർഫുൾ ലൈറ്റ് ആയിരിക്കില്ല ഇതിൻ്റെ. വളരെ കുറച്ചും കൂടെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിലൊന്നും അത് കിട്ടത്തില്ല. വളരെ അടുത്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. മാക്രോ ഫോട്ടോഗ്രാഫിക്കൊക്കെ ആണെങ്കിൽ ഇത് വർക്കൗട്ട് ആവും. സെൽഫീസിനാണെങ്കിലും ഇത് നല്ലതാണ്. പിന്നെ ഒരു വേഴ്സ് കേസിൽ എമർജൻസി ലാമ്പ് ആയിട്ടും ടോർച്ചിന് പകരമൊക്കെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 3 ബാറ്ററി ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺസ് ഒക്കെ നോക്കാം. അപ്പോൾ സ്വിച്ചിൽ ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് വൈറ്റ് ലൈറ്റും, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് വാം ലൈറ്റും, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് മിക്സഡ് ലൈറ്റും ആയിരിക്കും. പിന്നെ ഈ പാക്കേജിൻ്റെ കൂടെ തന്നെ നമുക്ക് സി ടൈപ്പ് ഒരു ചാർജിങ് വയർ കൂടി കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഒരു ക്ലിപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ക്ലിപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ജനലിലൊക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ബാൻഡ് നമ്മുടെ തലയിലുണ്ട് എങ്കിൽ ആ ബാൻഡിലേക്ക് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. കയ്യിലേക്ക് നമുക്കൊരു ബാൻഡ് ഉണ്ടെങ്കിൽ അതിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം. സൈക്കിളിലേക്ക് മോട്ടോർ ബൈക്കിലേക്കൊന്നും ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അത്രയും സ്റ്റഡി അല്ല, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംഭവം നല്ല ചെറിയ മൾട്ടിപർപ്പസ് യൂസ്ഫുൾ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.